നമസ്കാരം, എല്ലാവർക്കും രുചി വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ, അതായത് ഒരു 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു എഗ് റോസ്റ്റാണ് ട്രൈ ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങിയാലോ? അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: മുട്ട 4 എണ്ണം അവിച്ചതാണ്, സവാള 2 എണ്ണം മീഡിയം സൈസ് മതി, തക്കാളി 2 എണ്ണം മീഡിയം സൈസ്, പച്ചമുളക് 2 എണ്ണം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടീസ്പൂൺ, കറിവേപ്പില, മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ 2 ടീസ്പൂൺ, കടുക്, ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി, പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി വേണം. സവാള വീഡിയോയിൽ കാണുന്നത് പോലെ കട്ട് ചെയ്യുക. നീളത്തിന് കട്ട് ചെയ്താലും കുഴപ്പമില്ല. അത് കഴിഞ്ഞതിന് ശേഷം തക്കാളിയും ചെറുതായി കട്ട് ചെയ്യുക. ഇത് സ്ലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ജീരകം ചേർക്കുക. ജീരകം ചുവന്ന് വന്നു കഴിഞ്ഞാൽ കടുക് ചേർത്ത് കടുക് പൊട്ടിക്കുക. അതിനുശേഷം സവാളയും കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായി വഴറ്റുക. നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. 1 മിനിറ്റ് നന്നായിട്ട് വഴറ്റിക്കൊണ്ടേയിരിക്കുക. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ച തക്കാളി ഇതിലേക്കിട്ട് നന്നായി വഴറ്റിക്കൊണ്ടിരിക്കുക. തക്കാളി വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഉപ്പ് ചേർക്കുക. ഉപ്പും ചേർത്ത് ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് പാകത്തിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, നമ്മുടെ എരിവിനനുസരിച്ചിട്ടാണ് മുളക് പൊടി ചേർക്കുക. അതിലേക്ക് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന, അതായത് അവിച്ച് വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അവസാനം കുറച്ച് മല്ലിയില കൂടി മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്കതിൻ്റെ ടേസ്റ്റ്, മല്ലിയില കൂടുമ്പോഴത്തേക്കും ഇതിൻ്റെ ടേസ്റ്റ് വേറൊരു സ്റ്റൈലായിരിക്കും. നമുക്കെല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു എഗ് റോസ്റ്റാണിത്. എല്ലാവർക്കും ഇനി ഇതുപോലത്തെ വീഡിയോകൾ കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.